ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് എൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ, നേരെ പുറകെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നും രാത്രി 8:30 പോകുന്ന മുംബൈ CSMT തിരുവനന്തപുരം എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര 16331. ഇന്നിപ്പോൾ തൽക്കാലം കേരളത്തിൽ നിന്ന് മുംബൈ CST വരെ വരുന്ന ഏക ട്രെയിനാണ്. അതിനാണ് നമ്മുടെ യാത്ര. വൈകുന്നേരമാണ് യാത്ര. ഇത് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തി. ഇവിടെ ഒരു പോഡ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോഡിലേക്ക് സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. നമ്മളിനിപ്പോൾ ഗേറ്റ് വേ ഒക്കെ പോകുന്നുണ്ട്. അതേ വേറെ വീഡിയോ ആയിട്ട് പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പം ഇതാണ് മുംബൈ CST. ഇനി ഇതിൻ്റെ ഒരു നൈറ്റ് വിഷ്വൽസും ഞാൻ ഇൻസേർട്ട് ചെയ്തേക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ട്രെയിൻ യാത്രയിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മുംബൈയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് സബർബൻ ടെർമിനസും റൈറ്റ് സൈഡിലുള്ളത് മെയിൻ ലൈൻ ടെർമിനസുമാണ്. നമ്മൾ മെയിൻ ലൈൻ ടെർമിനസിലേക്കാണ് പോകേണ്ടത്. ഇന്നത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 മുതൽ 7 വരെ സബർബനും 8 മുതൽ 18 വരെ മെയിൻ ലൈനുമാണ്. ഇതാണ് കവേർഡ് ഏരിയയുടെ ഉള്ളിലേക്ക് കയറിയാൽ. റൈറ്റ് സൈഡിലേക്കുള്ളത് മെയിൻ ലൈനാണ്. ഈ കാണുന്നത് സബർബനാണ്. സബർബൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിലുള്ളതാണ് മെയിൻ ലൈൻ. മെയിൻ ലൈനിനകത്ത് കയറിയാലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരിക. അപ്പോൾ നമ്മുടെ പോഡ് ചെക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ട്രെയിനിന് അങ്ങോട്ട് വന്നു. പ്ലാറ്റ്ഫോം നമ്പർ 14 എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആ ഒരു ബേസിസിൽ അങ്ങ് നടക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ലേറ്റാണ്. ഓൾറെഡി ഡിപ്പാർച്ചർ ടൈമൊക്കെ കഴിഞ്ഞു. ഇൻകമിങ് വണ്ടി ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ 17 ഇപ്പോൾ കാണിച്ചത്. 14 NTS കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്റ്റേഷനിൽ നോക്കിയപ്പോൾ 17 കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ വണ്ടി വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ 16, റൈറ്റ് സൈഡിൽ 17. ലെഫ്റ്റ് സൈഡിൽ ഈറോഡ് ഡീസൽ ഷെഡിൻ്റെ ഏതൊരു ട്രെയിനാണ്. SCRൻ്റെ ട്രെയിനാണ്. സദേൺ റെയിൽവേയുടെ ലോക്കോ ആണ്. ഇപ്പോൾ ഇൻകമിങ് 3701 വരും. ഇപ്പോൾ ലോക്കോ ഇപ്പോൾ കട്ടാവും. ഇതാണ് നമ്മുടെ ട്രെയിൻ. തിരുവനന്തപുരം മുംബൈ CSTM വീക്കിലി എക്സ്പ്രസ് 16331 ആണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് കോച്ച് വാഷിങ്ങൊക്കെ നടക്കുന്നതാണ്. വേസ്റ്റൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളൂ. പാൻട്രി കാറുണ്ട് ഭാഗ്യത്തിന്. ഇപ്പോൾ ഫുഡിന് കുഴപ്പമുണ്ടാവില്ല. ഇങ്ങോട്ട് വന്ന് വണ്ടിക്ക് തരുന്ന ഏറ്റവും വലിയ കുഴപ്പം 2214 പാൻട്രി കാർ ഇല്ലാഞ്ഞുകൊണ്ട് ഫുഡൊരു പ്രശ്നമായിരുന്നു. ഇനിയിപ്പോൾ പാൻട്രി കാറുണ്ട്. ഡിന്നർ എന്തായാലും മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെ മീൽസും ഫ്രൈഡ് റൈസൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോച്ച്. തീരെ വെളിച്ചില്ലാത്തൊരു സ്ഥലത്താണ്. 193967 ആണ് കോച്ച് നമ്പർ. നാളെ പകൽ എന്തെങ്കിലും കാണിക്കാം. നമുക്ക് ലോക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിനകത്ത് 4 എക്കണോമി കോച്ച് ഉണ്ട്. അതിൽ ഒരെണ്ണം പുത്തനായിരുന്നു. ബാക്കിയൊക്കെ പഴയ കോച്ചുകളാണ്. നമ്മുടെ കോച്ചും അത്യാവശ്യം പഴയ കോച്ചാണ്. HOG വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അവർ ചെക്കിനകത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിൻ. തിരുവനന്തപുരം മുംബൈ CSMT. പതിവ് പോലെ സദേൺ റെയിൽവേ നല്ലൊരു ബോർഡ് വെച്ചിട്ടില്ല. തല്ലിപ്പൊളി ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. പൂനെ ഷെഡിൻ്റെ ലോക്കോ ആണ്. നമുക്ക് 39182 WAP 7 പൂനെ ഷെഡിൻ്റെയാണ് നമ്മുടെ ലോക്കോ. HOG വർക്കിംഗ് എല്ലാം തോന്നുന്നു. അവരുടെ ഒരു ഇത് കണ്ടിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോകുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ വരെയാണ് യാത്ര ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് രാജ്യറാണി എക്സ്പ്രസ്സിന് കയറി നമ്മൾ പിന്നെ അങ്ങാടിപ്പുറമല്ലേ ഷൊർണൂർ ഇറങ്ങും. ഷൊർണൂർ ഇറങ്ങാൻ പ്ലാൻ. കാര്യം വണ്ടി നമ്മൾ ഷൊർണൂർ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അതാണ് പ്ലാൻ. ഇപ്പോൾ വണ്ടി പക്ഷേ ലേറ്റാണ്. വണ്ടി ഇവിടുന്ന് പുറപ്പെടേണ്ട സമയത്താണ് ഇൻകമിങ് വണ്ടി വന്നത് തന്നെ. അപ്പോൾ ഇതിനിപ്പോൾ എത്ര മണിക്ക് എടുക്കും എന്നുള്ളത് കണ്ടറിയാം. ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഡിലേ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെ വഴിയിൽ അത് മേക്കപ്പ് ചെയ്യുമോ അതോ അങ്ങെത്തുമ്പോഴേക്കും കൂടുതൽ ലേറ്റ് ആവുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയണം. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പണിതാണ് ജൂൺ 2019. SR 193967. അപ്പോൾ ഫൈനലി വിട്ടു. സമയം 9:16. 9:16 എന്ന് പറയുമ്പോൾ ഏകദേശം 51 മിനിറ്റ് ലേറ്റ്. അപ്പോൾ നമ്മളങ്ങനെ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു.
ഏകദേശം 29 മണിക്കൂറോളം നീളമുള്ള ഒരു യാത്രയാണ് തൃശ്ശൂരിലേക്ക്. നമ്മളിവിടുന്ന് 51 മിനിറ്റോളം ഡിലേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വേഗം നമ്മൾ ഡിന്നർ കഴിക്കാം. ഡിന്നർ കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങാം. രാവിലെ നമ്മൾ എണീക്കുമ്പോഴേക്കും ട്രെയിൻ ഏകദേശം ഗുൽബർഗ അല്ലെങ്കിൽ വാടിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ മുതൽ അങ്ങോട്ടുള്ള കവറേജ് നമുക്ക് കാണാം. നമുക്കിവിടുന്ന് പാരലായിട്ടൊരു 37241 ഒരു വാപ്സ് വാൻ, ഏതാ ഷെഡെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കറങ്ങി കിടക്കുന്നുണ്ട്. ബോണ്ടാമുണ്ട ഷെഡാണ്. നമ്മൾ നമുക്ക് ഫുഡ് കഴിക്കാം. എൻ്റെ ബാക്കിൽ കൂടെ ഒരു EMI ഇറങ്ങി പോകുന്നുണ്ടോ? നേരത്തെ നല്ല ഫുഡ് കോർട്ടിൽ നിന്ന് മേടിച്ചത്, നീലം ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ 2 ഐറ്റമാണ് മേടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിന്നറിന് മേടിച്ചത്. ഇതൊരു താലിയാണ്, മഹാരാജ താലി. അത് ആക്ച്വലി അവർ പാക്ക് ചെയ്തപ്പോൾ അത് ശരിക്കും സീൽ ചെയ്യാണ്ടായിരുന്നു പാക്ക് ചെയ്തത്. അത് ചെരിഞ്ഞ സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് പൊലിച്ചു പോയിട്ടുണ്ട്. അത് റൈസുണ്ട്, കറിയുണ്ട്, ദാലുണ്ട്, റൊട്ടിയാണെന്ന് തോന്നി. അതിനകത്ത് റൈത്ത ഉണ്ടായിരുന്നു, അത് പൊലിച്ചു പോയി. പിന്നെയുള്ളത് ഇതാണ്. പിന്നെയുള്ളതൊരു ഫ്രൈഡ് റൈസാണ്. ഇതൊരു ഫ്രൈഡ് റൈസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ. ദാദറിലെത്തി കഴിച്ചുകൊണ്ടിരുന്ന ഈ അറിവിലൊന്നും എടുത്തില്ല. എത്തിയിരിക്കുകയാണ് പ്ലാറ്റ്ഫോം 7 ഥാനയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 1 മണിക്കൂറിനടുത്തിപ്പോൾ ലേറ്റാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം 7 എന്ന് പറയുന്ന ചാനലിന് പേര് നൽകിയ പ്ലാറ്റ്ഫോമാണിത്. താനെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7. 10:12, 1 മണിക്കൂർ ലേറ്റാണ്. 9:17 മറ്റോ വരുന്നത് ടൈം. 10:12 1 മണിക്കൂറോളം ലേറ്റാണ്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് കല്യാണിലാണ്. കല്യാൺ പിടിക്കുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ മിക്കവാറും ഓടുന്നു. ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ട്രെയിനിങ് കൂടെ കയറി വന്നത്. ആ കാണുന്ന ട്രാൻസ് ഹാർബർ ലൈനാണ്. അത് വാശിയിലേക്കല്ല പൻവേലിലേക്കുള്ള ട്രെയിനായിരിക്കും. അപ്പോൾ അങ്ങനെ താനെ കഴിഞ്ഞു. നമ്മളങ്ങനെ കല്യാണിലെത്തി. ഇപ്പോൾ സമയം 10:30. നമ്മൾ ഏകദേശം 1 മണിക്കൂറും 2-3 മിനിറ്റ് ലേറ്റാണ്. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ് ഇപ്പോൾ. നമ്മുടെ പുറകെ പോകേണ്ട കോയമ്പത്തൂർ എക്സ്പ്രസ് ഒക്കെ ഏകദേശം വരാറായെന്ന് തോന്നുന്നു. നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ കല്യാണിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങാനുള്ള നേരമാണ്. കിടന്നുറങ്ങാൻ നല്ല ഉറക്കം വരുന്നുണ്ട്. കാര്യം 3 ദിവസമായിട്ട് നല്ല ബിസിയാണ്, നല്ല തിരക്കായിരുന്നു ബോംബെയിൽ. നമ്മൾ ഫുൾ ടൈം ഓട്ടോ ആയിരുന്നു. ഇനി കിടന്നുറങ്ങാം. രാവിലെ മിക്കവാറും നമ്മൾ സെൻട്രൽ റെയിൽവേയുടെ അങ്ങേയറ്റം, അതായത് വാടിയൊക്കെ എത്തുമ്പോഴേക്കായിരിക്കും മിക്കവാറും എണീക്കുന്നത്. വാടി വെച്ച് നമ്മൾ സെൻട്രൽ റെയിൽ, നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. അപ്പോൾ അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് മിക്കവാറും അവിടേക്ക് എത്തുമ്പോഴേക്കും എണീക്കും കേട്ടോ. അപ്പോൾ ഇനി ഉറങ്ങത്തേ ഉണ്ടാവുള്ളൂ. കർജത്തൊന്നും കാണിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. നേരമെടുത്തു, 7 മണിയായി. നമ്മൾ ജസ്റ്റ് കൽബുർഗി, അതായത് ഗുൽബർഗ പാസ്സായി. വണ്ടി ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണ്. ഞാൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. ഞാൻ ഉണർന്നപ്പോൾ ട്രെയിൻ ജസ്റ്റ് ഗുൽബർഗയിൽ എടുക്കാൻ പോകുമായിരുന്നു. നന്നായിട്ട് ഉറങ്ങി. ഇത്ര നന്നായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ കല്യാൺ വിട്ടപ്പോൾ ഒറ്റ ഉറക്കം ഉറങ്ങിയത്. ആ ഒരു ഉറക്കം പിന്നെ തീർന്നതിന് രാവിലെ ഗുൽബർഗയ്ക്ക് ഉറങ്ങപ്പോഴാണ്. അതുവരെ ഞാൻ ഉണർന്നിട്ടില്ല. നല്ല ഉറക്കമായിരുന്നു. നമ്മളിപ്പോൾ ഷാഹാബാദ് എത്തുക. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയും വീഡിയോ ഈ ഭാഗത്തൊക്കെ വീഡിയോയുടെ മുകളിൽ കല്ല് കാണാം. ഷാഹാബാദ് എന്ന് പറഞ്ഞാൽ ഷാഹാബാദ് സ്റ്റോണിന് ഭയങ്കര ഫേമസ് ആണ്. ഈ ഷാഹാബാദ് കല്ല് എന്ന് പറഞ്ഞാൽ ഫ്ലോറിങ്ങിനൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കല്ലാണ്. സാധാരണ അതിൽ ഫ്ലോറിങ്, കിച്ചൺ സ്ലാബ് ഇതിനൊക്കെ ഉപയോഗിക്കും. ബോണ്ടാമുണ്ടയുടെ ട്വിൻ G7s
അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഒരു ഹോപ്പർ വാഗണായിട്ട് നിൽക്കുകയാണ്. 7:34. ഇതാണ് വാടി സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. ഒരുപാട് നേരം ഉണ്ടാവില്ല, 1 മിനിറ്റിന് സ്റ്റോപ്പാണ് ഇവിടെ പതിവുള്ളത്. അങ്ങനെ ഷാഹാബാദിൽ നിന്ന് പുറപ്പെട്ടു. G7 സിംഗിൾ G7 ആണ്. ലൈറ്റ് ആയിരിക്കും, ലോഡ് ഉണ്ടാവില്ല. അപ്പുറത്തൊരു XCPV റേക്ക് ഉണ്ട്, അതിന് ട്വിൻ WCAM3, ഇപ്പോഴത്തെ WAG7. അപ്പോൾ അങ്ങനെ നമ്മൾ ഷാഹാബാദിൽ പുറപ്പെട്ടു. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ച ക്വാറി ഷാഹാബാദിലെ ഷാബാദ് സ്റ്റോണിൻ്റെ ക്വാറിയാണ്. ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് സിമെൻറ്റ് ഫാക്ടറിയാണ്. ഉദ്യാൻ എക്സ്പ്രസ് ആണത്. ബംഗളൂരു CSMT മുംബൈ ഉദ്യാൻ എക്സ്പ്രസ്. നമ്മൾ ഇന്നലെ ഈ ട്രെയിൻ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ്. ACCയിലോട്ട് പോകുന്ന ലൈനാണിത്, സൈഡിങ് ലൈനാണിത്. ആ കാണുന്ന ACCയുടെ സിമെൻറ്റ് ഫാക്ടറിയാണ്, ACC വാടി ഫാക്ടറി. നമ്മളിപ്പോൾ കർണാടകയിലാണ് പോയത്. ഇത് വാടി എന്ന് പറയുന്നത് സെൻട്രൽ റെയിൽവേയിലത്തെ ലാസ്റ്റ് സെക്ഷനാണ്. വാടി വിട്ടുടനെ നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. പിന്നെ നമ്മൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് ആണെന്ന് തോന്നുന്നു സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ കയറും. ധർമ്മപുരത്ത് വെച്ചാൽ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറാം. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ സെൻട്രൽ റെയിൽവേയിൽ തുടങ്ങി സൗത്ത് സെൻട്രൽ വഴി കയറി സൗത്ത് വെസ്റ്റേണിൽ കയറി സൗത്ത് വെസ്റ്റേണിൽ നിന്ന് സദേൺ റെയിൽവേയിലേക്ക് കയറും. ഇത് ACC സിമെൻസിലോട്ട് പോകുന്ന ലൈൻ തന്നെയാണ്, ഓപ്പോസിറ്റ് ലൈന്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്സോൺ ഹൗൾഡ് ട്രെയിൻ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ പെയറിംഗ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന 16340 നാഗർകോയിൽ മുംബൈ CSMT എക്സ്പ്രസ് ആണ്. അത് ആ വണ്ടി നമ്മളും ഇതെല്ലാം ഒരേ സ്ലോട്ടിലാണ് ഓടുന്നത്. അതുകൊണ്ടാണ് പെയറിംഗ് എന്നുള്ള വാക്ക് ഞാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് ഇസ് നോട്ട് പെയറിംഗ് ഇൻ ദ റിയൽ സെൻസ്. റേക്കായിട്ട് ബന്ധമൊന്നുമില്ല. റോയപ്പുരത്തിന് ലോക്കാണ് 39094 ആണ് തോന്നുന്നത് നമ്പർ. അത്ര കാണാൻ പറ്റുന്നുള്ളൂ ഇവിടുന്ന്. നമ്മൾ ജസ്റ്റ് വാടി ജംഗ്ഷനിലേക്ക് അറൈവ് ചെയ്തിരിക്കുകയാണ്. 39004 ആയിരുന്നു അത്. ഇപ്പോഴത്തെ അങ്കുലിൻ്റെ 28168 വാഗ് 7 നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ വാടി ജംഗ്ഷനിൽ ഇഡ്ഡലിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും ഒരു പ്ലേറ്റ് മേടിച്ചേക്കാം.
ട്വിൻ WDG4 1258 ആണ് ലീഡിങ്. കൂടെ 12569 ഗുത്തിയുടെയാണ്. ഇത് മിക്കവാറും ഇവിടുത്തെ നോമിനേറ്റഡ് സ്പെയർ ലോക്കും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ലേറ്റാണ്. കുറച്ച് ഡിലേ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. 1:30 ആയിരുന്നു, 1 ഇഷ്ടംപോലെ ഇഡ്ഡലി വരക്കാരുണ്ട്. ഒരു കോച്ചിന് ഒരാളെന്നുള്ള നിലയ്ക്ക് ഇഡ്ഡലി വടക്കാരുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു പ്ലേറ്റ് ഇഡ്ഡലി വട മേടിച്ചേക്കാം. എന്തായാലും ഒരു പ്ലേറ്റ് തൽക്കാലം മേടിക്കുന്നുള്ളൂ. ഇഡ്ഡലി വട ഇതാണ് ഞാൻ മേടിച്ച ഇഡ്ഡലി വട. 60 രൂപയാണിപ്പോൾ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് 50 ആയിരുന്നു തോന്നുന്നു. ഇപ്പോൾ 60 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ട് ഉള്ളിൽ കൊണ്ടുപോയി വെച്ചേക്കാം. വാടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് എടുത്ത് വിട്ടായിരുന്നു കേട്ടോ. ഞാൻ ഉള്ളിലായിരുന്ന സമയത്തായിരുന്നു, മറ്റേ ഫുഡ് ഉള്ളിൽ കൊണ്ടുപോയി വെക്കാൻ പോയ സമയത്തായിരുന്നു. വളരെ പെട്ടെന്ന് എടുത്തു വണ്ടി. ക്രൂ ചേഞ്ച് ഇല്ല അവിടെ. കാലി വാഗൺസാ. റായ്പൂർ വിജയപുര എക്സ്പ്രസ് എന്നത് ബാംഗ്ലൂർ നന്ദേഡ് എക്സ്പ്രസ് ആണ്. ഇത് പ്യുവർലി ബൈ ചാൻസ് ആണ് കേട്ടോ. വണ്ടി സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടൊന്ന് ഡോർ തുറന്ന് നോക്കിയതാണ്. ഗജവീരന്മാർ അണിനിരന്ന് നിൽക്കുന്ന പോലുണ്ട് സ്റ്റേഷനിൽ. 2 G9 ഹോൾഡ് ഫ്ലൈറ്റ്സ്. അങ്ങ് സ്റ്റേഷൻ്റെ അങ്ങേക്കരയ്ക്ക് തെർമൽ പവർ സ്റ്റേഷൻ കാണാം. അത് ഇതാണ് റായ്ചൂർ തെർമൽ പവർ സ്റ്റേഷനാണത്. നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്നുള്ള ലൈൻ എന്താ പറയുന്നത്, സ്ഥലപ്പേര് പറഞ്ഞല്ലോ, മെഹബൂബ് നഗർ എന്നുള്ള റെയിൽവേ ലൈൻ ഒന്ന് ജോയിൻ ചെയ്തായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചുകൊണ്ട് ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് കൃഷ്ണ സ്റ്റേഷനിലേക്ക് കയറി നമ്മൾ ലൂപ്പ് ലൈനിലോട്ട് പോവുകയാണ്. നമുക്കൊരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ടാവും ഇവിടെ, ബിക്കോസ് വെള്ളം നിറയ്ക്കാൻ വേണ്ടി. റൈറ്റ് സൈഡിലുള്ളത് അജ്നിയുടെ 38138ഉം ലെഫ്റ്റ് സൈഡിലുള്ളത് വിശാഖപട്ടണത്തിന് 33452 33494 ട്വിൻസും.
നമ്മുടെ കോച്ചിലേക്ക് വെള്ളം നിറയ്ക്കാൻ പൈപ്പ് കണക്ട് ചെയ്യുന്നതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. വന്നു, കുഴലെടുത്ത് ഫിറ്റ് ചെയ്തു, നിയറസ്റ്റ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് വെള്ളം നിറയ്ക്കാൻ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ കൃഷ്ണ നദിയിലുണ്ട്. കൃഷ്ണ ഈ സ്റ്റേഷനിൽ വഴി പാസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ ട്രെയിനുകളും ഇവിടെ നിർത്തി വെള്ളം നിറച്ചിട്ട് പോകുന്നു. കാര്യം ഈ റൂട്ടിൽ മറ്റ് സ്റ്റേഷനുകളിൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോം. വെള്ളം നിറയ്ക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കൽ ഹോൾഡപ്പ്. ഒരു 5 മിനിറ്റ് നിൽക്കുമായിരിക്കും എന്തായാലും. ആ റൈറ്റ് സൈഡ് കിടക്കുന്നത് ചെന്നൈ ഏക്താനഗർ എക്സ്പ്രസ് ആണ്. ഏക്താനഗറിലേക്ക് പോകണമെന്ന് അഹമ്മദാബാദിലോട്ടാണോ പോകണമെന്ന് അറിയില്ല. ചെന്നൈയിൽ നിന്ന് ഏക്താനഗർ അല്ലെങ്കിൽ അഹമ്മദാബാദിലോട്ട് പോകുന്ന എക്സ്പ്രസ് ആണ്. അത് കയറി വരുന്നതിന് വീട് ഞാൻ കോച്ചിനകത്ത് കയറിയ സമയത്തായിരുന്നു വന്നത്. ജസ്റ്റ് ഒരു ഷോർട്ട് ജസ്റ്റിന് മുമ്പായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടാന്ന് വിചാരിക്കുന്നു. ഏത് വണ്ടിയാണെന്ന് അറിയില്ല. ഹോണടി കേൾക്കുന്നുണ്ട്. അവരാണോ നമ്മളാണോ എന്നറിയില്ല. അവരാണെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ട് വന്ന വണ്ടിയാണ്. മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. അത്യാവശ്യം സ്പീഡത്തിനെടുത്ത് പോകുന്നുണ്ട്. നമ്മൾ കൃഷ്ണാനദിക്ക് കുറുകയുള്ള പാലത്തിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ കൃഷ്ണാനദിയിലെ അതിൻ്റെ എഫക്റ്റാണ്. ഇവിടെ നല്ലോണം കൃഷിയുണ്ട്. കണ്ടോ, നല്ലോണം കൃഷിയുണ്ട്. നെൽകൃഷിയാണ്. ഇങ്ങോട്ട് ഉടനെ വേറെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. കൃഷ്ണ സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ മഞ്ഞാണ്. ഏതോ ഒരു ട്രെയിൻ ഉടനെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇതാണ് കൃഷ്ണ നദി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലത്തെ വിഷ്വൽസ് കാണിച്ചായിരുന്നു. അവിടെ ഒരു ചെറിയ അമ്പലവും താവോട്ടിറങ്ങാനുള്ള കടവൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പുറത്തെ വിഷ്വൽസ് കാണാം. ഈ കൃഷ്ണനദിയുടെ പകുതിക്ക് വെച്ച് നമ്മൾ കർണാടകയിലേക്ക്, ഇപ്പോൾ നമ്മൾ തെലങ്കാനയിലാണ്, നമ്മളിവിടുന്ന് കർണാടകയിലേക്ക് ഇതിൻ്റെ പകുതിക്ക് വെച്ച് കടക്കും. അതായിരുന്നു ബോർഡർ, തെലങ്കാന കർണാടക ബോർഡർ. ഇവിടെ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്.
കാണുന്ന ലൈന് ഗഡ്വാളിൽ നിന്ന് വരുന്ന ലൈനാണ്. അത് ഗഡ്വാൾ റായ്ചൂർ റെയിൽവേ ലൈനാണ്. ഈ ലൈനാണ് കഴിഞ്ഞ വർഷം മിസ് ചെയ്തത്. ഈ ലൈൻ ഇപ്പോൾ കമ്മീഷൻ ആയിട്ട് അധികം കാലമായിട്ടില്ല. ഈ ലൈൻ എല്ലാം കൂടി വന്നപ്പോഴാണ് റായ്ചൂർ ഒരു ജംഗ്ഷൻ ആയത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റായ്ചൂരിലെത്താണ്. ഇവിടെ ട്വിൻ ഈറോഡ് G7 കിടപ്പുണ്ട്. 27498 27902. നമ്മളങ്ങനെ ജസ്റ്റ് റായ്ചൂരിലെത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല തിരക്ക് കയറാണ്ടായിരുന്നു നോൺ AC കോച്ചുകളിലോട്ട്. ഭയങ്കരമായിട്ട് ജേർക്ക് ചെയ്യുന്നുണ്ട് ഇത്. സമയം 9:33. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് സ്റ്റേഷനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ബാക്കിയുള്ളത് ട്രെയിനിൽ നിന്ന് മേടിച്ചതാണ്. ഉപ്പുമാവും ഇഡ്ഡലി വടയും കൂടെ ചട്നിയും വേറൊരു പാക്കറ്റുള്ളത് സാമ്പാറാണെന്ന് തോന്നുന്നു. എല്ലാം പാൻട്രിക്കാരിൽ നിന്നുള്ള പുറത്താണ്. നമ്മളിപ്പോൾ ജസ്റ്റ് കർണാടകയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ ഇവിടെ തുംഗാ നദി കിടക്കും. തുംഗാ നദിയുടെ പകുതിക്ക് വെച്ചാണ് ബോർഡർ വരുന്നത്. നമ്മളിപ്പോൾ കർണാടകയിലെ ലാസ്റ്റ് സ്റ്റേഷൻ ഹനുമാപുര കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തുംഗാ നദി കടക്കും. ഇതാണ് തുംഗാ നദി. ഈ ഭാഗത്ത് വെള്ളമില്ല. എനിക്കത് കുറച്ച് അപ്പുറത്തോട് മാറി വെള്ളമുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ നടുക്കായിട്ട് സ്റ്റേറ്റ് ബോർഡർ വരും. അതായിരുന്നു ബോർഡർ. ഇത് ശ്രീരാഘവേന്ദ്ര സ്ലീപ്പർ ഫാക്ടറിയാണ്. ഇത് കാലങ്ങളായിട്ടുള്ളൊരു യൂണിറ്റാണിത്. നമ്മളിപ്പോൾ ജസ്റ്റ് മന്ത്രാലയം റോഡ് റെയിൽവേ സ്റ്റേഷനോട് കയറാണ്. മന്ത്രാലയം റോഡ് എന്ന് പറഞ്ഞാൽ രാഘവേന്ദ്രസ്വാമി മഠത്തിന് വളരെ ഫേമസ് ആണ്. രാഘവേന്ദ്രസ്വാമിയുടെ ഒരു മഠമുണ്ട് ഇവിടെ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. നമ്മൾ ജസ്റ്റ് മന്ത്രാലയം റോഡ് സ്റ്റേഷനിലെത്തി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്.
സാധുനി സ്റ്റേഷനാണ്. നമ്മൾ ജസ്റ്റ് അഡോണിയിൽ നിർത്തിയിട്ട് എടുക്കുകയാണ്. പണ്ട് ഇവിടെ നല്ല പഴം കിട്ടുമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പഴക്കച്ചവടക്കാരൊന്നും കാണാനില്ല ഇവിടെ. ഇപ്പോൾ പഴക്കച്ചവടം ഇല്ലെന്ന് തോന്നുന്നു അഡോണിയിൽ. ചിലപ്പോൾ ഇവിടുത്തെ പഴക്കൃഷി നിർത്തിയിട്ടുണ്ടാവും അവർ. ഈ സ്റ്റേഷനിൽ ലേ ഔട്ടുണ്ട്. ഈ സ്റ്റേഷനിൽ എല്ലാ ലൈനിലും പ്ലാറ്റ്ഫോമുണ്ട്. മെയിൻ ലൈനിലും പ്ലാറ്റ്ഫോമുണ്ട്, ലൂപ്പ് ലൈനിലും പ്ലാറ്റ്ഫോമുണ്ട്. ഇതാണ് സത്യം പറഞ്ഞ ഒരു ഐഡിയൽ ഡിസൈൻ. അതാകുമ്പോൾ നമുക്ക് ട്രെയിനുകൾക്ക് എല്ലാ വണ്ടി ലൂപ്പ് ലൈനിൽ കയറണം, അല്ല മെയിൻ ലൈനിൽ നിർത്തി പോവാം. നമ്മളിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ബോംബെയിലേക്ക് ഏറ്റവും പഴയ ട്രെയിനായിരുന്നു ജയന്തി ജനത ക്രോസിംഗ്. ആ ട്രെയിൻ ഇപ്പോൾ ബോംബെക്ക് പോകുന്നില്ല, ഇപ്പോൾ പൂനെ വരെ ഉള്ളൂ. കന്യാകുമാരി പൂനെ ജയന്തി ജനത എക്സ്പ്രസ് ഓൺ ദ സ്റ്റേഷൻ. ഇപ്പോൾ പൂനെ വരെ പോകുന്നുള്ളൂ. ഒരു യാത്ര ഇതിൽ ചെയ്യണം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും നമുക്കൊരു അവസരം ഉണ്ടാകുന്ന മുറയ്ക്ക് നമ്മളത് പ്ലാൻ ചെയ്ത് നമ്മൾ നടപ്പിലാക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കൽ എത്താറായി. ഗുണ്ടക്കൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് മറ്റേ ധോൺ സൈഡിൽ നിന്ന് വരുന്ന ലൈൻ കാണാം. അല്പം മുന്നിൽ ഗുണ്ടക്കൽ സ്റ്റേഷനിലേക്ക് കയറും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റൂട്ട് വഴി വന്നപ്പോൾ നമ്മൾ ഗുണ്ടക്കൽ സ്റ്റേഷനിൽ കയറിയില്ലായിരുന്നു. നമ്മൾ ഗുണ്ടക്കൽ ബൈപ്പാസ് ലൈൻ വഴി പോകുമായിരുന്നു. ഇന്ന് നമ്മൾ ഗുണ്ടക്കൽ സ്റ്റേഷനിലേക്ക് കയറും. അപ്പോൾ ആ കാണുന്ന ലൈനാണ് ധോൺ സൈഡിൽ നിന്ന് വരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ഇത് വന്ദേ ഭാരത് സെക്കന്ദരാബാദ് ബാംഗ്ലൂർ വന്ദേ ഭാരത് ഇതുവഴിയാണ് തോന്നുന്നു പോകുന്നത്. ഗാർഡൻ എപ്പോഴും കബൂസ് തന്നെയാണ് കേട്ടോ. ഗാർഡൻ നല്ലൊരു കോച്ച് കൊടുക്കും. ഇവിടെ ചറവറ ഫ്ലൈറ്റാണ്. ഇവിടെ ഈ ലൈനിലൊരു ഫ്ലൈറ്റ് കിടക്കുന്നതാണ്. അങ്ങ് ദൂരെ ഒരു DG5G DG4G ആണോ DG6G ആണോ എന്നറിയില്ല. ഹോളിൽ നിന്നൊരു ഫ്ലൈറ്റ് അങ്ങ് ദൂരെ കിടക്കുന്നതാണ്. നിറച്ച് ഫ്ലൈറ്റേഴ്സാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോയപ്പോൾ നമ്മൾ ബൈപ്പാസ് ലൈൻ വഴി പോയത്. അന്ന് ഈ പോയിൻറ്റ്സ് കടന്ന് നമ്മൾ റൈറ്റിലോട്ട് കയറി ബൈപ്പാസ് ലൈനിലൊക്കെ എൻട്രി ചെയ്യായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് റൂട്ട് തന്നെയാണ്. നമ്മൾ നേരെ ഗുണ്ടക്കൽ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഗുണ്ടക്കലിൽ നിന്ന് നമ്മൾ കുത്തി പോകാതെ നേരെ ധർമാവരത്തേക്ക് കയറും. അതായത് നേരെ പോയിട്ട് സ്ഥലപ്പേര് എനിക്ക് കൊണ്ട് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. നേരെ പോയിട്ട് നമ്മൾ ധർമാവരത്തിനടുത്ത് പോയി കയറും.
കല്ലൂർ, അതെ, കല്ലൂർ വഴി, കല്ലൂർ ജംഗ്ഷൻ വഴി. ഗുന്തക്കലിന് G7 ആണ്, 28267. ബാക്കിൽ 28414 ഗുന്തക്കലിന്. അത് ഡെഡാണ്. എനിക്കൊന്നു ഇത് എന്താ പറയുക, ലൈറ്റ് ലോക്ക് MT റേക്ക് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ പോകുന്നതാണ് ബൈപ്പാസ് ലൈൻ. ഈ റേക്ക് കിടക്കുന്നതാണ് ബൈപ്പാസ് ലൈൻ. അവിടെ ബൈപ്പാസ് ക്യാബിൻ കാണാം. ഈ കാണുന്നത് ഗുണ്ടക്കൽ ഹുബ്ബള്ളി റെയിൽവേ ലൈനാണ്. ഈ ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്നത് ആ ഹുബ്ബള്ളി റെയിൽവേ ലൈനിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അതിവിടുന്ന് ബെല്ലാരി, ഗദഗ് അങ്ങനെ പോകുന്നത്. ബെല്ലാരി, ഹോസ്പേട്ട്, ഗദഗ് അങ്ങനെ ഹുബ്ബള്ളിയിലേക്ക് പോകുന്ന ലൈനാണത്. ഈ ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലൈനും ഈ ഹുബ്ബള്ളി ലൈനോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈനാണ്. ബൈപ്പാസ് ലൈൻ എന്ന് പറഞ്ഞാൽ കോഡ് ലൈൻ അങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഈ കോമ്പൗണ്ട് വാളിൻ്റെ ഉള്ളിലാണ് ഗുണ്ടക്കൽ ലോക്കോ ഷെഡ്. എനിക്ക് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നു മാറ്റോ പോകുന്നത്. കാരണം നമ്മൾ റൈറ്റ് ലൈനിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തു. കാര്യം ഈ ട്രെയിൻ പോകുന്നത് പഴയ മീറ്റർ ഗേജ് അലൈൻമെൻറ്റാണത്. അവിടെ നിന്ന് അങ്ങനെ ഈ കല്ലൂർ ജംഗ്ഷൻ വരെ പോകുന്ന ലൈൻ, ഗുന്തക്കൽ ടു കല്ലൂർ ജംഗ്ഷൻ ഡയറക്റ്റ് ലൈൻ എന്ന് പറയുന്നത് പണ്ട് മീറ്റർ ഗേജ് ലൈനായിരുന്നു. അപ്പോൾ ഞാൻ ആ ലൈൻ വഴി ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കാര്യം ഇതിനു മുമ്പ് ഞാൻ ഈ റൂട്ട് വഴി ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ ട്രെയിനിൽ കുത്തി വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഈ മീറ്റർ ഗേജ് ലൈൻ കൺവേർട്ട് ചെയ്ത് അതുവഴി ട്രെയിനിൽ വിട്ട് തുടങ്ങിയിട്ടില്ല. പഴയ ഗുണ്ടക്കൽ നോർത്ത് ക്യാബിൻ. ഇതൊരു ലെവൽ ക്രോസാണ്. ഗേറ്റ് കീപ്പർ നിൽക്കുന്ന തൊട്ടടുത്ത ലെവൽ ക്രോസിൻ്റെ കൺട്രോളിങ് മെഷീൻ കാണാം. ഈ ലൈൻ പോകുന്നത് ഗുണ്ടക്കൽ ഡീസൽ ലോക്കോ ഷെഡിലേക്കാണ്. ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോ ഷെഡാണ്. ഇലക്ട്രിക്കും ഡീസൽ രണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 തോന്നുന്നു പോകുന്നത്. ആ കാണുന്ന നീല ഷെഡുകളാണ് കേട്ടോ ലോക്കോ ഷെഡ്. അവിടെ ഒരു ആൽക്കോ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ഇലക്ട്രിക് ആൻഡ് ഡീസൽ ലോക്കോ ഷെഡാണത്. നമുക്കൊന്ന് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലെ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഗുണ്ടക്കൽ യാർഡ്, ഫുൾ യാർഡ്. അൺഫോർച്ചുനേറ്റ്ലി ഫ്രൈറ്റ് ഇങ്ങനെ ഫുൾ യാർഡ് ഇത് കൂടെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ റേക്ക് ലൈൻസ് സ്വിച്ച് ചെയ്ത് വരുന്നത് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 തോന്നുന്നു പോകുന്നത്. ഇവിടെ ഒരു അരക്കോണം വാപ്പ് 4 കിടക്കുന്നുണ്ട്. 22702 782. ഇതേതോ പാസഞ്ചർ ട്രെയിനാണെന്ന് തോന്നുന്നു. രണ്ട് HCPV ഉണ്ട് ഫ്രണ്ടിൽ. പിന്നെ പുറകോട്ട് കോച്ചുകളുണ്ട്. ഇവിടെ ട്വിൻ G7s ലൈറ്റ് കിടക്കുന്നുണ്ട് ഗുന്തക്കൽ ഷെഡിനാണ്. അടുത്ത ഡ്യൂട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ ഗുന്തക്കൽ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 പ്രവേശിക്കുകയായി.
ഇതാണ് സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. ആക്ച്വലി നമ്മൾ ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോം 1, 2, 3 ആണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ പോകാൻ പോകുന്ന ലൈനിലേക്ക് മാത്രം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു മീറ്റർ ഗേജ് ലൈനായിരുന്നു. അപ്പോൾ മീറ്റർ ഗേജിനെ കൺവേർട്ട് ചെയ്ത് ബ്രോഡ് ഗേജ് ആക്കിയപ്പോൾ മീറ്റർ ഗേജ് സെക്ഷൻ്റെ ലേഔട്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തെ ഫ്രൈറ്റ് വരുന്നത് കാണുന്നില്ല, അതാണ് മെയിൻ ലൈൻ. അതുവഴിയാണ് ഗുത്തിയിലേക്ക് പോകുന്നത്. ഈ ഗുണ്ടക്കൽ ഗുത്തി ലൈൻ വഴി നമ്മൾ എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ട്രിപ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ലൈനൊക്കെ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കലിൽ നിന്ന് പുറപ്പെട്ടു. ആ സ്റ്റേഷനിൽ നമ്മൾ നേരെ ഈ ലൈനിലോട്ട് കയറുമ്പോൾ മെയിൻ ലൈൻ കാണാൻ പോലും പറ്റുന്നില്ല. അതിനിടയ്ക്ക് കുറേ ബിൽഡിങ്സ് ഉണ്ട്. വെൽക്കം ഗുണ്ടക്കൽ ടൗൺ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. നാഷണൽ ഹൈവേയിലാണ്, അല്ല അത് റെയിൽവേയുടെ ബോർഡാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനോടുള്ള എൻട്രൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗുണ്ടക്കലിനോട് പുറത്തോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പോഴും ഇത് ഡബിൾ ലൈനാണോ സിംഗിൾ ലൈനാണോ എന്ന് അറിയില്ല കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയാലും അറിയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ അനീസാരി കൂടെ ആദ്യമായിട്ടാണ്. ഇത് പണ്ട് മീറ്റർ ഗേജ് ലൈനായിരുന്നു. ഈ മീറ്റർ ഗേജ് ലൈൻ ഇവിടുന്ന് ഗുണ്ടക്കലിന് തുടങ്ങി കല്ലൂർ ജംഗ്ഷനിൽ നിന്ന് പിന്നെ നേരെ പോയി ധർമ്മവരം പോയി, ധർമ്മവരത്തു നിന്ന് ലെഫ്റ്റ് എടുത്ത് അത് പിന്നെ മറ്റേ ഇതുവഴി പോകുമായിരുന്നു, എന്താ പക്കാല ജംഗ്ഷനിലേക്ക് പോയി കയറുമായിരുന്നു. അത് നമ്മൾ ആക്ച്വലി ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ശരിക്കും 16339 ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ റൂട്ടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, പക്ഷേ ആ പുതിയ റൂട്ടൊന്ന് കാണിച്ചു തരാം. അലക്കാരുടെ കോളനിയാണ്. ഹനുമാൻ സർക്കിൾ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. സ്റ്റേഷൻ ഒന്ന് കണ്ടിട്ട് ആ കാണുന്ന പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് എന്ത് താന്നിട്ടാണ് നോക്കത്. അത് പണ്ട് മീറ്റർ ഗേജ് ആയിരുന്ന കാലത്തെ ബിൽഡിംഗ് ആയിരിക്കും. ഈ പനയും കൂടി ആകുമ്പോൾ ഒരു മറ്റേ ഡെസേർട്ടിൽ കൂടെ പോകുന്നവരുണ്ട്. നമ്മൾ അല്പം മുമ്പ് ക്രോസ് ചെയ്തത് ട്വിൻ G7 ടാങ്കർ ലോഡാണത്. കറങ്ങി പോകുന്നത്, യു ടേൺ പോലെയാണ് കറങ്ങി പോകുന്നത്.
ഡെസേർട്ട് കൂടെ കൂടുന്ന പോലെ ഉണ്ട്. വലിയ സിംഹവാലൻ കുരങ്ങൊക്കെ ഉണ്ട് അവിടെ. സിംഹവാലൻ തോന്നുന്നു വലിയ വാലുണ്ടായിരുന്നു അതിന്. ഇവിടെ പഴയ മീറ്റർ ഗേജ് ലൈൻ കാണാം. ഇപ്പോൾ നമ്മൾ ഗുണ്ടകൽ വിട്ട പിന്നെ ഏകദേശം ഇങ്ങനത്തെ ഒരു പ്രകൃതിയാണ്, ഇങ്ങനത്തെ ഒരു ഏരിയ ആണ്. ടോപ്പോഗ്രഫി ഇങ്ങനെയാണ്, മറ്റും മലകളും കല്ലും ഒക്കെ ആയിട്ടാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് പച്ചപ്പ് എവിടെ ഞാൻ കണ്ടില്ല. നമ്മൾ ജസ്റ്റ് കല്ലൂർ ജംഗ്ഷൻ എത്താറേ, കല്ലൂർ ജംഗ്ഷൻ ആ വരുന്നതാണ് ഗുത്തി എന്നുള്ള ലൈൻ. ഇതാണ് പഴയ ബ്രോഡ് ഗേജ് ലൈൻ. പണ്ട് ബ്രോഡ് ഗേജ് റൂട്ട് അങ്ങനെയായിരുന്നു, ഗുന്തക്കലിൽ അങ്ങനെ ഗുട്ടി പോയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഈ വരുന്നതാണ് പഴയ ബ്രോഡ് ഗേജ് റൂട്ട്. ഇന്നിപ്പോൾ ഈ പഴയ റൂട്ട് വഴി വളരെ കുറച്ച് ട്രെയിനുകളേ ഉള്ളൂ. എല്ലാം ശരിക്കും നടന്നു കഴിഞ്ഞാൽ ഒരു പ്ലാനുണ്ട് ആ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യും. എല്ലാം ബൈ ഗോഡ്സ് ഗ്രേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഗുത്തി സൈഡിൽ നിന്ന് വരുന്ന ബ്രോഡ് ഗേജ് ലൈന്. നമ്മളിത് കല്ലൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഇവിടെ വെച്ച് നമ്മൾ ആ ലൈനിലേക്ക് മേർജ് ചെയ്യും.
നമ്മളിത് ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് മേർജ് ചെയ്യാൻ പോകണം. മറ്റേ ലൈനിലോട്ട്, മെയിൻ ലൈൻ എന്ന് പറയാൻ പറ്റില്ല, മറ്റേ ലൈനിലോട്ട്, അതായത് കുത്തി ധർമ്മവരം ലൈനിലോട്ട്. നമ്മളിപ്പോൾ ഫുള്ളി മെയിൻ ലൈനിലായി, നമ്മളിനി വിട്ടുപോകും. കേരളത്തിൻ്റെ ഒരു ട്രിം G7 റൈഡർ നമുക്ക് ഓവർടേക്ക് ചെയ്തു. പുറത്തേക്ക് തലയിട്ട് നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട് കാറ്റ്. ക്യാമറ മാത്രം ഇങ്ങനെ ബ്ലൈൻഡായിട്ട് പിടിക്കുകയാണ്, തലയിട്ട് നോക്കാനും പറ്റുന്നില്ല. മുസാഫർപൂരിലേക്കുള്ള ഹോളി സ്പെഷ്യൽ ട്രെയിനായിരുന്നു. തട്ടിച്ചരള സ്റ്റേഷൻ വരും. തട്ടിച്ചരള സ്റ്റേഷനിലാണ് നമ്മൾ. ഇവിടെ നിന്ന് ട്രാക്ക് വർക്ക് നടക്കണ്ടായിരുന്നു, കാരണം നല്ല പൊടി അടിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ബലാസ്റ്റ് പുതിയതായതുകൊണ്ടാണ്. കുറ്റവാളി ഇവിടെ നിൽക്കുന്നുണ്ട്, ബലാ സ്റ്റോപ്പർ. WDG4 12381 പൂനെ ഷെട്ടിൻ്റെ. നമ്മളിപ്പോൾ ജസ്റ്റ് അനന്തപുരം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അനന്തപുരത്തിന് പ്ലാറ്റ്ഫോം നമ്പർ 4ലാണ് എത്തിയിരിക്കുന്നത്. അനന്തപുരമു എന്നാണ് ഇവിടെ ലോക്കൽ അറിയപ്പെടുന്നത്. സമയം 12:45. നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ ലേറ്റാണിപ്പോൾ. ഇതിപ്പോൾ മറ്റേ സൈഡാണ് അനന്തപുരം സ്റ്റേഷൻ്റെ.
അവിടെയാണ് പ്ലാറ്റ്ഫോം നമ്പർ 1, 1, 2, 3, 4 4 പ്ലാറ്റ്ഫോമുണ്ട്. എല്ലാ ലൈനിലും പ്ലാറ്റ്ഫോമുണ്ട്. ഈ സ്റ്റേഷൻ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് ഈ സ്ഥലം. ഈ സ്റ്റേഷനല്ല, ഈ സ്ഥലം അനന്തപുരം എന്ന് പറയുന്നത്. അനന്തപുരത്ത് JNTU, ജവഹർലാൽ നെഹ്റു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചും ഉണ്ട്. അനന്തപുരം ബേസ്ഡായിട്ടൊരു JNTU ഉണ്ട്. ചികിച്ചേർല എന്ന് പറഞ്ഞ സ്റ്റേഷനായിരുന്നത്. നല്ല ഡ്രൈ പ്രദേശമാണ്. ഡ്രൈന്ന് കണ്ട ഒന്നുമില്ല. ഇടയ്ക്കുന്ന കുളമ്പൊക്കെ സാധനം വെള്ളമില്ല. ഭയങ്കര ഡ്രൈ. നമ്മൾ ധർമാവരം സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡ് നമ്പർ 3 വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഏത് സൈഡിലെ പ്ലാറ്റ്ഫോം വരുന്ന ഒരു പിടിയില്ല. ഞാൻ ചുമ്മാ ഈ സൈഡിലോട്ട് വന്ന് നിന്നു കേട്ടോ. അപ്പുറത്തൊരു യാർഡുണ്ട്. യാർഡിന് കറങ്ങിയാണ് നമ്മൾ വരിക. ഇപ്പോഴത്തെ സൈഡിലോട്ടൊരു വലിയ യാർഡ് തന്നെ ഉണ്ട്. ജസ്റ്റ് ധർമാവരം ജംഗ്ഷനിലെത്തുന്നു. ഇവിടെ വിജയവാഡയുടെ 39020 വാപ്സ നിൽക്കുന്നുണ്ട്. മച്ചിലിപ്പട്ടണം ധർമാവരം എക്സ്പ്രസ്. ഇവിടെ പണ്ട് വളരെ പ്രശസ്തമായൊരു മസാല വട കിട്ടുമായിരുന്നു. ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, കാണാനില്ല. ഈ വരുന്നതൊക്കെ ലഞ്ച് ഐറ്റംസാണ്. ഈ സമയത്തിൻ്റെ ആയിരിക്കും. ഇവിടെ ക്രൂ ചേഞ്ച് ഉള്ളതാണ്. ക്രൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കാര്യം ഈ സ്റ്റേഷൻ വിട്ടാൽ താമസിച്ച് നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് നമ്മൾ കയറും. നമ്മളിപ്പോൾ ജസ്റ്റ് ധർമാവരത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു.
അപ്പോൾ ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു മെമു കിടക്കുന്നുണ്ട്. നമുക്ക് മുമ്പ് പോകേണ്ടിയിരുന്ന ബാംഗ്ലൂർ മെമു ആണെന്ന് തോന്നുന്നു. ധർമ്മവരം ബംഗളൂരു മെമു അന്ന് ലേറ്റാണെന്ന് ഞാൻ കണ്ടായിരുന്നു. അതാണെന്ന് തോന്നുന്നു. SWR രേഖ അപ്പോൾ തന്നെയായിരിക്കും. നമുക്കൊന്ന് പെട്ടെന്ന് മറ്റേ സൈഡിലോട്ട് പോകാം. നമ്മൾ ജസ്റ്റ് ധർമ്മവരത്ത് നിന്ന് പുറപ്പെട്ടു. ഈ കാണുന്ന ലൈനിൽ എക്സ്ട്രീം ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്നത് അത് പക്കാലയിലേക്ക് പോകുന്ന ലൈനാണ്. മദനപ്പള്ളി വഴി പക്കാല. നമ്മൾ നല്ലൊരു വളവിലാണ്ട് യാർഡിലുണ്ടായിരുന്ന ബാക്കി ട്രെയിനിൽ കാണാൻ വേണ്ടി ഒരു ബാക്ക് 4 ഉണ്ടായിരുന്നു, 2 G9 ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്ന പക്കാല ലൈൻ വഴി ഒരു ട്രിപ്പ് നമുക്ക് പെൻഡിങ് ഉണ്ട്. അങ്ങനെ പോയി മദനപ്പള്ളി, പക്കാല, ചിത്തൂർ അങ്ങനെ പോകുന്ന അതുവഴി ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ പകൽ സമയത്ത് 16339 മുംബൈ CSMT നാഗർകോയിൽ എക്സ്പ്രസ് ഉണ്ട്. പിന്നെ ഒരു ലോക്കൽ പാസഞ്ചർ ഉണ്ടെന്ന് പകൽ സമയത്ത്. ആ ഫ്രണ്ടിൽ ഒരു നീല ബോർഡ് കാണുന്നില്ലേ, അവിടെ മുതലാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ടെറിട്ടറി സ്റ്റാർട്ട് ആവുന്നത്. ധർമ്മവരത്തു നിന്ന് ഇറങ്ങുന്ന ലൈന് ഇപ്പോൾ ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ലൈൻ ലെഫ്റ്റിലേക്ക് പോകുന്ന കാണാം. അത് സത്യസായി പ്രശാന്തി നിലയം, സത്യസായി ബാബയുടെ ഇവിടെ ആശ്രമമുള്ള സ്ഥലത്തേക്ക് പോകുന്ന ലൈനാണത്. ഈ ലൈന് സത്യസായി പ്രശാന്തി നിലയം പോയിട്ട് ആ വഴിക്ക് അത് പെനുക്കൊണ്ട തിരിച്ചു വന്ന് ഇത് നമ്മുടെ ഈ ലൈനിലോട് വന്ന് ജോയിൻ ചെയ്യും. ഇപ്പോൾ ധർമ്മവരത്തു നിന്നും പെനുക്കൊണ്ടയ്ക്കിടയ്ക്ക് 2 ലൈനാണ്. ഒരെണ്ണം സത്യസായി പ്രശാന്തി നിലയം വഴി പോകുന്നു, ഒന്ന് ബൈപ്പാസ് ചെയ്ത് പോകുന്നു. ആ ലൈൻ എനിക്കൊന്ന് 3-4 കിലോമീറ്റർ ദൂരം കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ ലൈന്. ഈ എല്ലാ ലൈനുകളും പെനുക്കൊണ്ട വെച്ചിന് മീറ്റ് ചെയ്യും. ഈ സ്ട്രെച്ച് ഉണ്ട് ധർമ്മവരത്തു നിന്ന് പെനുക്കൊണ്ട വരെയുള്ള സ്ട്രെച്ച് സിംഗിൾ ലൈനാണ്. കാര്യം ഒരു ലൈന് നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് വഴി പോകും, മറ്റേ ലൈന് പെനുക്കൊണ്ട വഴിയും പോകും. ഡബിൾ ലൈനാണ്, പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ ലൈൻസ് ഡിഫറെൻറ്റ് ലൈൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രശാന്തി നിലയം നമുക്ക് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് കൂടെ വന്നത്. ഈ ലൈൻ വഴി പോയിട്ട് നമ്മൾ പെനുക്കൊണ്ട ചെന്നിട്ട് മറ്റേ ലൈനുമായിട്ട് മേർജ് ചെയ്യും. അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ ഡബിൾ ലൈനാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ ഡബിളിങ് കഴിഞ്ഞില്ല. ഇതോടെ പെനുക്കൊണ്ട സൈഡിൽ നിന്ന് വരുന്ന ലൈൻ വരുന്നത് കാണാം. പെനുക്കൊണ്ട സൈഡിൽ നിന്ന് വരുന്നത് പ്രശാന്തി നിലയത്തിൽ നിന്ന്, സത്യസായി പ്രശാന്തി നിലയത്തിൽ നിന്നുള്ള ലൈന് വരുന്നത് അതുവഴി കാണാം. അവിടെ മറ്റേ വരവരയായിട്ടുള്ളൊരു ബ്രിഡ്ജ് കാണുമല്ലോ, ബ്രിഡ്ജിന് അടിയിൽ കൂടെയാണ് അത് വരുന്നത്.
അത് ഞാൻ പറഞ്ഞ പോലെ അതൊരു സിംഗിൾ ലൈനാണത്. അവിടെ സത്യസായിബാബ ജീവിച്ചിരുന്ന കാലത്ത് നല്ല ബിസി ആയിട്ടുള്ള ലൈനായിരുന്നു. ബിക്കോസ് ആശ്രമത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വരികയും പോവുക ചെയ്യുന്നു. ഇപ്പോൾ പൊതുവെ തിരക്ക് കുറവാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. നമ്മൾ ജസ്റ്റ് പെനുക്കോണ്ട സ്റ്റേഷനിലേക്ക് കയറുകയാണ്. 2 G9s ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള CNBയുടെ 40452, ഇത് തുഗ്ലക്കാബാദിൻ്റെ വാഗ്നൻ HH 900. HH എന്ന് പറയുന്നത് 9000 HP ആണ്. പാൻട്രിക്കാരെന്ന് നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. ചപ്പാത്തിയാണ് ഇതിനകത്ത്. പിന്നെയുള്ളത് ഒരു കോമ്പിനേഷൻ ട്രേ ആണ് വന്നിരിക്കുന്നത്. കോമ്പിനേഷൻ ട്രേക്കകത്ത് വിട്ട് വരുന്നത് നനഞ്ഞിരിക്കുക. അകത്ത് പ്ലെയിൻ റൈസ് ഉണ്ട്, ദാളുണ്ട്, ഒരു സബ്ജി, പിന്നെ അച്ചാറുണ്ട്. 100 രൂപയാണ് അവനൊരു മീൽസിന് മേടിച്ചത്. കഴിച്ചു നോക്കിയിട്ട് വെച്ചിട്ട് എൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഹിന്ദുപ്പൂർ സ്റ്റേഷനിലെത്തി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഹിന്ദുപ്പൂർ. ഹിന്ദുപ്പൂർ ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. ഇവിടെ ഒരു വാപ് 739166 കിടപ്പുണ്ട്. അതിൽ സിന്ധനൂർ, യശ്വന്ത്പൂർ, വിജയപൂർ എന്നായിരുന്നു ബോർഡ്. അപ്പോൾ ഇതാ റൂട്ടിലല്ല, എനിക്ക് റേക്ക് ഇവിടെ MT റേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ഹിന്ദുപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. ഒരു ലോഡഡ് BCNA റേക്കാണ് ഇവിടെ. ട്വിൻ G9s, ട്വിൻ G9s ആണ് പവർ. ലോക്കോ ഡെഡാണ്. അപ്പോൾ വർക്കിംഗ് മീൻസ് പവർ സ്റ്റേബിൾ ചെയ്തിരിക്കാൻ തോന്നുന്നു. കാസിപ്പേട്ടിന് 32657 41402. WDG 6G ആണ്, 69106. അതിൻ്റെ പേര് 69089. ഡെഡാണ് ലോക്കോ. ഡെഡ് എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഈ പുറത്തുള്ള റെയിലിങ്സ് ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല, ചൂട് കാരണം പൊള്ളിയിരിക്കുക. നമ്മൾ ബാംഗ്ലൂരോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ മുമ്പായിട്ടുള്ള മാക്കാളി ദുർഗ എന്ന് പറഞ്ഞ മലനിരകളിലാണ്. നമ്മളിപ്പോൾ കർണാടകയിലോട്ട് കയറി കഴിഞ്ഞു. നമ്മൾ ആന്ധ്രയിൽ നിന്ന് തിരിച്ച് കർണാടക കയറി. നമ്മളിനി ഇന്ന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറാം. നമ്മൾ കുപ്പം സ്റ്റേഷനോട് നമ്മൾ വീണ്ടും ആന്ധ്രാപ്രദേശിൽ കയറും. അപ്പം നമ്മൾ ഈ ട്രെയിനിങ്ങിനെ മൊത്തത്തിൽ മഹാരാഷ്ട്രയിൽ തുടങ്ങി കർണാടകയിൽ കയറി, തെലങ്കാനയിൽ കയറി, കർണാടകയിൽ കയറി, ആന്ധ്രയിൽ കയറി, ഇപ്പോൾ വീണ്ടും കർണാടകയിൽ കയറി, ഇനി വീണ്ടും ഒന്നും കൂടി ആന്ധ്രയിൽ കയറും, അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കയറും, പിന്നെ ഫൈനലി കേരളത്തിൽ കയറും.
ASR ബംഗളൂരു ഭുവനേശ്വർ പ്രശാന്തി എക്സ്പ്രസ് ആയിരുന്നു അത്. ഒരു കാലത്ത് റെയിൽ ഫാൻസിന് പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു മാർക്കടി ദുർഗ. കാര്യം സിംഗിൾ ലൈനായിരുന്നു, നല്ല ഘാട്ടൊക്കെ കയറി, ഡീസൽ സിംഗിൾ ലൈൻ. അപ്പോൾ ഡീസലിനൊക്കെ നല്ല ഷട്ട് ചെയ്ത് കയറി വരിക, നല്ല രസമായിരുന്നു ഇവിടെ. അതൊക്കെ പോയി. ആ പോയത് കാച്ചിഗുഡ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്, യശ്വന്ത്പൂർ കാച്ചിഗുഡ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇനി തൊട്ട് പുറകെയായിട്ട് SMET ബംഗളൂരു കളബുർഗി വന്ദേ ഭാരതും വരും. അതായത് ഒരു ബ്ലോക്ക് ബാക്കിലായിട്ട് വരും. അത് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം പുറകിലുണ്ടാവും. SMET കൽബുർഗി വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു അത്. നമ്മൾ ജസ്റ്റ് യലഹങ്ക സ്റ്റേഷനോട് എത്താണ്. ഈ കാണുന്ന ലൈന് കോലാർ എന്ന് വരുന്ന ലൈനാണ്. കോലാർ, ചിക്ബലാപുര, ദേവനഹള്ളി അങ്ങനെ വരുന്ന ലൈനാണിത്. ബാംഗ്ലൂർ എയർപോർട്ടിലേക്കുള്ള റെയിൽവേ ലൈനും ഇത് തന്നെയാണ്. ഇതേ ലൈൻ വഴിയാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. ഇതെനിക്കൊന്ന് റെയിൽ വീൽ ഫാക്ടറിയുടെ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. ട്രെയിനിൻ്റെ ചക്രങ്ങളില്ലേ, റെയിൽ വീൽസ് ഉണ്ടാക്കുന്ന യലഹങ്കയിലത്തെ RWFൻ്റെ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് നോട്ട് വെരി ഷുവർ. ഗോൾഡൻ റോക്കിൻ്റെ 2 DG ഫോഴ്സ് കിടക്കുന്നു ഇവിടെ. ഇതാണ് യലഹങ്ക. നമുക്കിവിടെ സ്റ്റോപ്പില്ല. അൺഷെഡ്യൂൾഡായിട്ട് നിർത്തുമോ എന്നുള്ളത് കണ്ടറിയാം.
ഈ റൈറ്റിലോട്ട് പോകുന്ന റെയിൽവേ ലൈനാണ് ലോട്ടഗോളഹള്ളി വഴി യശ്വന്ത്പൂരിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ യലഹങ്ക പാസ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ലൈൻ അങ്ങനെ റൈറ്റ് എടുത്ത് നേരെ ലോട്ടഗോളഹള്ളി വഴി യശ്വന്ത്പൂരിൽ പോകും. നമ്മൾ പോകുന്ന ലൈന് ചെന്നസാന്ദ്രയിൽ പോകും. ചെന്നസാന്ദ്ര കഴിഞ്ഞിട്ട് ആ ലൈൻ റൈറ്റ് എടുത്ത് സിറ്റിയിലേക്കും ലെഫ്റ്റ് എടുത്ത് കൃഷ്ണരാജപുരത്തേക്ക് പോകും. നമ്മൾ ലെഫ്റ്റ് എടുത്ത് കൃഷ്ണരാജപുരമാണ് നമ്മൾ പോകുമ്പോൾ. ഈ കാണുന്ന എയർപോർട്ട് റോഡാണ്. ലെഫ്റ്റ് സൈഡിൽ എയർപോർട്ട് മെട്രോൻ്റെ വർക്കും കാണാം. ഇതാണ് ചെന്നസാന്ദ്ര സ്റ്റേഷൻ. എനിക്കൊന്ന് ഫ്ലൈറ്റുകളെ കടന്നു പോകാൻ വേണ്ടി മാത്രം ലൂപ്പിലോട്ട് കയറാൻ തോന്നുന്നു. സ്റ്റേഷൻ ബിൽഡിംഗ് അവിടെ മുകളിലായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് അനങ്ങി തുടങ്ങി. ആ കാണുന്നത് ബാംഗ്ലൂരിലെ ഔട്ടർ റിംഗ് റോഡ് മെട്രോ ആണ്. എയർപോർട്ട് മെട്രോ കൂടിയാണത്. ആ റോഡ് ഔട്ടർ റിംഗ് റോഡാണ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈനാണ് ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ റൈറ്റ് എടുത്ത് അങ്ങനെ ബയ്യപ്പനഹള്ളി പോയി കയറും. ബയ്യപ്പനഹള്ളിയിൽ നിന്ന് പിന്നെ ഈസ്റ്റ് കൻ്റോൺമെൻറ്റ് വഴി സിറ്റി സ്റ്റേഷനിലേക്ക് പോകും. നമ്മൾ ഈ ട്രയാങ്കിളിൽ ലെഫ്റ്റ് സൈഡിലത്തെ ലൈൻ പിടിക്കുകയാണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലത്തെ ലൈൻ പിടിച്ച് നമ്മൾ നേരെ കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ പോയി കയറും. നമ്മൾ ഈ ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഡബിൾ ലൈൻ വഴി നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്. നേരെ അക്കരെ കാണുന്ന ഡബിൾ ലൈൻ അതുവഴി നമ്മൾ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ വഴി ആദ്യമായിട്ടാണ്.
ആ കിടക്കുന്ന ലൈൻ വഴി നമ്മളിതുവരെ യാത്ര ചെയ്തിട്ടില്ല. അത് നമുക്ക് ഒരിക്കലും അവസരം ഉണ്ടാവും. ഇവിടെ ക്വാഡ്രൂപ്ലിംഗ് പ്രൊജക്റ്റിന് വർക്ക് കാണാം, ലാൻഡ് ലെവലിംഗ് ഒക്കെ കാണാം. ഇതൊക്കെ ദൂരെയാണ് ബയ്യപ്പനഹള്ളി. WAP 730770 വഡോദര ഷെഡിൻ്റെ ദാനാപൂർ SMVT ബംഗളൂരു സംഘമിത്ര സൂപ്പർഫാസ്റ്റാണ്. അങ്ങനെ നമ്മൾ കൃഷ്ണരാജപുരം എത്തി. ഇവിടെ ഇറങ്ങാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ ഡോറിന് പതുക്കെ മാറി നിൽക്കാൻ പോകുന്നു. ഈ കൃഷ്ണരാജപുരം വിട്ടിട്ട് നമുക്ക് കാണാം. വളരെ പെട്ടെന്ന് നിർത്തിയെടുത്തിട്ടോ, വളരെ പെട്ടെന്ന് നിർത്തിയെടുത്തു. ഞാൻ വിചാരിച്ചൊരു 5 മിനിറ്റ് കിടക്കുമായിരിക്കുന്ന, വളരെ പെട്ടെന്ന് നമ്മൾ നിർത്തിവിട്ടു. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്ക്. ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് പുറകെ. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു അജ്നി വാക്സൺ ഹോൾഡ് ട്രെയിൻ കയറി വന്നു. 41588 ആണ് ലോക്കോ. വണ്ടിയുടെ പേര് വിവരങ്ങളൊന്നും അറിയിക്കുന്ന ഒരു ബോർഡും അതിലില്ല. SMVB കൊച്ചുവേളി SMVB ഹോളി സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നത്. ഇന്നലെ മിഡ് നൈറ്റ് കൊച്ചുവേളിയിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. ഇവിടെയാണ് ബ്ലൂ ലൈനും പർപ്പിൾ ലൈനും നമ്മൾ ക്രോസ് ചെയ്യുന്നത്. കണ്ടോ, താഴത്തെ പാലം ബ്ലൂ ലൈനും മുകളിലത്തെ പാലം പർപ്പിൾ ലൈനുമാണ്. നമ്മൾ ജസ്റ്റ് ബംഗാർപേട്ടിലേക്ക് എത്തും. നമ്മളൊരു ഓപ്പോസിറ്റ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വിട്ടു. അതായത് ശതാബ്ദിയുടെ വെച്ച് നമ്മൾ ഓവർടേക്ക് അതിന് വേണ്ടിയാണ്. അതായിരുന്നു മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം. നമ്മൾ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കയറി വന്നു. നമ്മളിവിടെ ബംഗാർപേട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ശതാബ്ദി കയറിപ്പോകും. അങ്ങ് ദൂരെ കാണുന്നതാണ് കോലാർ ലൈനിൽ നിന്നുള്ള പ്ലാറ്റ്ഫോം. നമ്മൾ കോലാർ ലൈൻ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു യലഹങ്കയിൽ. അതേ ലൈൻ തന്നെ, യലഹങ്കയിൽ നിന്ന് കോലാർ വഴി ബംഗാർപേട്ട് ഒന്ന് കയറുന്നത്. നമുക്ക് ഇവിടെ വെച്ചാൽ തോന്നുന്നു ക്രൂ ചേഞ്ച്. അവിടെ ഗാർഡ് നിൽക്കുന്നുണ്ട് ഒരെണ്ണം. ഇപ്പോൾ ഇവിടെ വെച്ചായിരിക്കും നമ്മൾ ക്രൂ ചേഞ്ച് ചെയ്തത്. ഇപ്പോഴത്തെ ബംഗാരപ്പേട്ട് കൃഷ്ണരാജപുരം മെമു പോകാൻ റെഡി കിടക്കുന്നുണ്ട്. RCF മെമു ആണത്, RCF ബിൽറ്റ് മെമു. അപ്പോൾ പുറപ്പെടാൻ റെഡി ആയതിനാണ് അനൗൺസ്മെൻറ്റ് വന്നത്. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. അപ്പുറത്ത് കൂടെ ശതാബ്ദി മിക്കവാറും നമ്മളിപ്പോൾ കടന്നു പോകും. പറഞ്ഞ പോലെ തന്നെ ശതാബ്ദി എക്സ്പ്രസ് കയറി പോകുന്നു. 37210 റോയപ്പുറത്തിൻ്റെ വാപ്സോനാണ്. അങ്ങനെ
അങ്ങനെ ശതാബ്ദി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. നമുക്ക് തിരിച്ച് നമ്മുടെ കോച്ചിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ബംഗാർപേട്ടിൽ നിന്ന് പുറപ്പെട്ടു. മീനുവിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊരു വൈസാഗ് വണ്ടി അനൗൺസ് ആയിരുന്നു, വന്നോന്നറിയില്ല. ഒരു G9 കിടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യണം. നമ്മൾ 1 മണിക്കൂറിന് മേലെ ലേറ്റ് ആട്ടോ. ഡിലേ മേക്കപ്പ് ചെയ്യുമെന്ന് അറിയില്ല. കാര്യം തൃശ്ശൂരിൽ നിന്ന് രാജറാണിയിലേക്ക് കണക്ട് ചെയ്യാനാണ് പ്ലാൻ. വണ്ടി പാലക്കാട് എത്തുമ്പോൾ വല്ലാണ്ട് ലേറ്റായിട്ട് തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ എന്താണെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യാസ്തമയം ആവാറായി. നമ്മൾ കുപ്പം എത്തിക്കൊണ്ടിരിക്കുന്നു. ചെന്നൈ മൈസൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്, സൂപ്പർഫാസ്റ്റ് ഇൻ്റർസിറ്റി. നമ്മളങ്ങനെ ഈ യാത്രയിലത്തെ അവസാനത്തെ സെറ്റ് ഓഫ് ഡേ ലൈറ്റ് വിഷ്വൽസിലേക്ക് കടക്കുകയായി. നമ്മൾ സോമനായക്കംപട്ടി കഴിഞ്ഞു. സോമനായക്കംപട്ടി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഉടനെ നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും. നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടാണ് ജോലാർപേട്ട ബൈപ്പാസ് ക്യാബിനടുത്ത്. മീൻവൈൽ ഇപ്പോഴത്തെ സൂര്യാസ്തമയമായി ഇരുട്ടാൻ തുടങ്ങി. വലതുവശത്ത് കാണുന്ന വെള്ള ബോർഡാണ് സദേൺ റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷൻ ആരംഭിക്കുന്ന സ്ഥലം. അവിടെ മുതൽ അങ്ങോട്ട് സദേൺ റെയിൽവേ ചെന്നൈ ഡിവിഷനാണ്. അവിടെ കാണാം മാസ് ഡിവിഷൻ, ചെന്നൈ ഡിവിഷനാണ്. നമ്മൾ ചെന്നൈ ഡിവിഷനിലേക്ക് കയറും. ചെന്നൈ ഡിവിഷൻ കൂടി എനിക്ക് നമ്മൾ കഷ്ടി 1.5-2 കിലോമീറ്റർ ചെന്നൈ ഡിവിഷനേ ഉള്ളൂ. നമ്മൾ ഉടനെ തന്നെ സേലം ഡിവിഷനിലേക്ക് മാറും. പിന്നെ ഉണ്ട് നമ്മൾ ആദ്യം ഡൗൺ ലൈനിലേക്ക്, പിന്നെ അവിടുന്ന് ബൈപ്പാസ് ലൈനിലേക്ക്, അവിടെ ലോക്കോ ബൈപ്പാസ് ലൈനിലേക്ക് കയറി കഴിഞ്ഞു. ജോലാർപേട്ട ലിങ്ക് ക്യാബിനാണ്.
ഇതവിടെ പശുക്കൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു ലൈൻ ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ടോ? ആ ലൈൻ പോകുന്നത് ജോലാർപേട്ടെ ഗുഡ്സ് യാർഡിലേക്കാണ്. ആ ലൈൻ ജോലാർപേട്ടെ ഗുഡ്സ് യാർഡിലോട്ട് പോകും. താഴെ കൂടെ പോകുന്ന ബാക്കി 2 ലൈനാണ് മെയിൻ ലൈൻസ് നേരെ ചെന്നൈയിലോട്ട് പോകുന്നത്. ഈ ബൈപ്പാസ് ലൈനുകൾ വരുന്നതിന് മുമ്പ് ട്രെയിനുകൾ ജോലാർപേട്ടെ പോയി റിവേഴ്സ് ചെയ്താണ് വന്നുകൊണ്ടിരുന്നത്. ഈ ബൈപ്പാസ് ലൈൻ വന്ന മൂലമാണ് ജോലാർപേട്ടെ റിവേഴ്സിലില്ലാണ്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങിയത്. ഇതങ്ങ് ദൂരെ മുകളിൽ കൂടെ ലൈനുകൾ പോകുന്നത് കാണാം. എന്തോരം ക്ലാരിറ്റി കിട്ടുന്നതെന്ന് അറിയില്ല, കാരണം ലേറ്റ് ആയല്ലോ. ഈ സൈഡ് ഇപ്പോൾ കാണിച്ച് മൾട്ടിപ്പിൾ ടൈംസ് കാണിക്കുന്നു. എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് ആയിട്ടില്ല. കാര്യം ഇന്നും ഇരുട്ടി തുടങ്ങി. നല്ല പകൽ വെളിച്ചത്തിൽ ഈ സൈഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ലൈൻസ്, മംഗലാപുരം ചെന്നൈ മെയിൻ ലൈൻ. നമ്മളിപ്പോൾ മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്യും. ഇതാണ് മെയിൻ ലൈൻ. ദൂരെ കാണുന്ന റെഡ് ജോലാർപേട്ടെ ഫ്രൈറ്റ് യാർഡിൻ്റെ ഹോമായിരുന്നു. ഈ കാണുന്ന ബിൽഡിങ്സ് ആണ് ജോലാർപേട്ടെ ക്യാബിൻ. ഇവരാണ് നമ്മുടെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കടക്കുന്നു. നമ്മൾ അപ്പ് ലൈൻ ക്രോസ് ചെയ്തു, ഇപ്പോൾ ഡൗൺ ലൈനും കൂടി ക്രോസ് ചെയ്യും. ഇതായിരുന്നു ക്യാബിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡേ ലൈറ്റ് വിഷ്വൽസ് ആയിരിക്കും ഈ യാത്രയിൽ തന്നെ. നമ്മുടെ ഈ ബോംബെ സീരീസിൽ തന്നെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡേ ലൈറ്റ് വിഷ്വൽസ് ആയിരിക്കും. ഇനി നമുക്ക് തിരുപ്പത്തൂരിലൊരു സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പോത്തന്നൂർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പാലക്കാട്, ഒറ്റപ്പാലം, തൃശ്ശൂർ. ട്രെയിൻ കറക്റ്റ് സമയത്ത് ഓടുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പോയി ഇറങ്ങും. അവിടുന്ന് രാജറാണിക്ക് തിരിച്ചു വരാൻ ടിക്കറ്റ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പാലത്ത് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ബാക്കി യാത്ര കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിതാ സദേൺ റെയിൽവേയിൽ നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പായി തിരുപ്പത്തൂരിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇതാണെന്ന് തോന്നുന്നു സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ്, ഡ്യൂട്ടി എസ് എം ഓഫീസ്. ഏതോ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യണം, ഏതാ വണ്ടി എന്നറിയില്ല. അങ്ങനെ നമ്മൾ തിരുപ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 6:59, 6:49 ഇവിടെ വന്നാൽ നമ്മൾ. കുഴപ്പമില്ല, 10 മിനിറ്റിൽ ഒരു ഓവർടേക്ക് കഴിഞ്ഞ് നമ്മൾ പുറപ്പെട്ടു. ആ കയറിപ്പോയി വേണ്ടി 12695 ആയിരുന്നു. 12695 ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിരുന്നു വണ്ടി. അപ്പോൾ നമ്മളങ്ങനെ തിരുപ്പത്തൂർ കഴിഞ്ഞു. ഇനി ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ വന്നിട്ടുണ്ട്. പാൻട്രിക്കാരനുള്ള ഫുഡാണ്. ബിരിയാണിയും ചപ്പാത്തി സബ്ജിയായിരുന്നു, അങ്ങനെയുള്ള നോക്കാം. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു കറിയുണ്ട്, അതിൻ്റെ പിന്നെ ചപ്പാത്തി ഉണ്ട്, കുറച്ചധികം ചപ്പാത്തി ഉണ്ടെന്ന് തോന്നുന്നു. പണ്ടൊരു 5 ചപ്പാത്തികളുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് കറി. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന കറി പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഉരുളക്കിഴങ്ങും കടലയും ഒക്കെ കാണാനുള്ളത്. ഇതാണ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി. കുറച്ച് വെജിറ്റബിൾ സൈഡിലിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല പോസിറ്റീവ്. തീരെ വെളിച്ചമില്ലാത്തൊരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. സമയം ഇപ്പോൾ 9:14. ഇടയ്ക്ക് സേലമൊക്കെ എത്തിയപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാൻ തിരുപ്പത്തൂർ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കിടന്നപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി. ഞാനിപ്പോൾ ഡിന്നർ കഴിച്ചു. ഡിന്നറെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കുഴപ്പമില്ല, മാനേജബിൾ, അത്രേ ഉള്ളൂ. ഫുഡ് നല്ല എരിവുണ്ട് ഭക്ഷണത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരുപാടൊന്നും പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. പിന്നെ ബാക്കി വിഷ്വൽസും അങ്ങനെ തൃശ്ശൂർ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് 16331 അതിൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരുകയായി. നമ്മളിനി ഇവിടുന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പോയി നമ്മുടെ അങ്ങാടിപ്പുറത്തേക്കുള്ള രാജറാണി എക്സ്പ്രസ്, നിലമ്പൂർ രാജറാണി എക്സ്പ്രസ്സിന് കയറും. നിലമ്പൂർ വരെ പോകുന്നില്ല, അങ്ങാടിപ്പുറം വരെ പോകുന്നില്ല ട്രെയിനിന്. നമ്മൾ ഷൊർണൂർ ഇറങ്ങും. നമ്മുടെ ലാസ്റ്റ് വണ്ടിയായ അമൃത എക്സ്പ്രസ് എത്തി. പ്രത്യേകിച്ച് ഒരു അനൗൺസ്മെൻ്റ് ഒന്നും ഓൾറെഡി ഒന്നുമില്ല, സഡനായിട്ട് കയറി വരുമായിരുന്നു. നമ്മുടെ വണ്ടി വന്നു. ഇത് നമ്മൾ ജസ്റ്റ് കയറി ഷൊർണൂർ ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. ഷൊർണൂർ ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിക്കും. നിങ്ങൾ ബോംബെ മുതലുള്ള വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊച്ചുവേലിയിൽ നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വഴി നിലമ്പൂർ റോഡ് വരെ പോകുന്ന രാജറാണി എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നിലമ്പൂർ റോഡ് രാജറാണി എക്സ്പ്രസ് ഈസ് ഓൺ ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 4. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൊർണൂർ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് രാജറാണി എക്സ്പ്രസ് ഷൊർണൂർ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.